പല്ലിലെ ഗ്യാപ്പ് കാരണം ചിരിക്കാൻ മടിയാണോ നിങ്ങൾക്ക്? ഇനി മടിയില്ലെങ്കിലും മടിയാണെന്നുണ്ടെങ്കിലും ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് പല്ല് പറിച്ചത് കാരണം വന്ന ഗ്യാപ്പാണെന്നുണ്ടെങ്കിലും അതല്ല നാച്ചുറലി ഉള്ള ഗ്യാപ്പാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള 6 ഫലപ്രദമായ വഴികളും അതിൻ്റെ ഗുണദോഷങ്ങളും അതിന് എത്ര ചിലവ് വരുന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തേത് കോമ്പോസിറ്റ് ബോണ്ടിങ്. ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് കോമ്പോസിറ്റ് ബോണ്ടിങ്. ചെറിയ ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ അതേ നിറത്തിലുള്ള ഫില്ലിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് കോമ്പോസിറ്റ് ബോണ്ടിങ്. ഇതിൽ ഗ്യാപ്പ് മാത്രമല്ല പല്ലിനുള്ള പൊട്ടിയതും അല്ലെങ്കിൽ പല്ലിൻ്റെ ഷേപ്പും പല്ലിൻ്റെ കളറൊക്കെ ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇത് പെയിൻലെസ് ആണ് ട്രീറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ വിസിറ്റ് കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ നാട്ടിൽ വരുന്നത് ഒരു പല്ലിന് അറൗണ്ട് 1000 റുപ്പീസാണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഫുഡിൽ നിന്നൊക്കെ ഉള്ള സ്റ്റെയിൻസ് ഈ കോമ്പോസിറ്റിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വെനീർ. ഇതും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. പക്ഷേ ഒരു വിസിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല, 2 to 3 വിസിറ്റ്സ് ഇതിന് വേണ്ടി വരും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ പല്ലിൻ്റെ മുൻഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ഭാഗത്ത് തിന്നായിട്ടുള്ള പോർസിലിൻ മെറ്റീരിയൽ ഒട്ടിച്ച് വെക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ. ഇതിലും തന്നെ നിങ്ങൾക്ക് പല്ലിൻ്റെ ഷേപ്പും കളറെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ട്രീറ്റ്മെൻറ്റിനെ പോലെ, അതായത് കോമ്പോസിറ്റ് ബോണ്ടിങ്ങിനെ പോലെ ഇതിന് പെട്ടെന്ന് കളർ മാറ്റം സംഭവിക്കില്ല. പിന്നെ ഇത് കൂടുതൽ കാലം നിൽക്കും, അതായത് ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറച്ച് കോസ്റ്റ്ലിയാണ് വെനീർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ കറൻ്റ്ലി കേരളത്തിൽ ഒരു വെനീർ ചെയ്യണമെങ്കിൽ മോർ ദാൻ 7000 റുപ്പീസ് വരും. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓറൽ ഹൈജീൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഓപ്ഷൻ ബ്രേസസ് അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ്. നിങ്ങളുടെ പല്ലിലെ ഗ്യാപ്പ് നാച്ചുറലി ക്ലോസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ബ്രേസസും ക്ലിയർ അലൈനേഴ്സും. ഇത് മറ്റേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്താണെന്നുണ്ടെങ്കിലും മോർ ദാൻ 6 months എടുക്കും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ഇനി ബ്രേസസ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ബ്രാക്കറ്റ്സ് പല്ലിൽ ഒട്ടിച്ച് കമ്പിയൊക്കെ ഇട്ട് പല്ലിലെ ഗ്യാപ്പ് മെല്ലെ മെല്ലെ ക്ലോസ് ചെയ്ത് വരുന്ന ട്രീറ്റ്മെൻറ്റാണ് ബ്രേസസ്. ഇതിൽ പല്ലിൻ്റെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നതിന് കൂടെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാൻ പറ്റും. നേരെ തെറ്റിയ പല്ലാണെങ്കിൽ അത് ശരിയാക്കാൻ പറ്റും. ഇടുങ്ങിയിരിക്കുന്ന പല്ലാണെങ്കിൽ അതൊക്കെ ശരിയാക്കാൻ പറ്റും ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിൽ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ്സ് ഊരിക്കഴിഞ്ഞാലും നിങ്ങൾ ഒറ്റക്കമ്പി യൂസ് ചെയ്യേണ്ടി വരും. ഇനി ക്ലിയർ അലൈനേഴ്സ്. പേര് പോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ട്രേ നിങ്ങളെ പല്ലിലേക്ക് വെച്ചെടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ക്ലിയർ അലൈനേഴ്സ്. ഇതിലൊരു കുറച്ച് സെറ്റ് ഓഫ് ട്രേ ഉണ്ടാവും. ഈ ട്രേ ഇങ്ങനെ സമയമാകുമ്പോൾ മാറ്റി കൊടുക്കലാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. ഇതും തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ടൈം എടുക്കും. മോർ ദാൻ 6 months എന്താണെങ്കിലും എടുക്കും. ഇനി ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ബ്രേസസിനാണെന്നുണ്ടെങ്കിൽ എബോവ് 15,000 ക്ലിയർ അലൈനേഴ്സിനാണെന്നുണ്ടെങ്കിൽ എബോവ് 45,000 റേറ്റ് വരുന്നത്. പക്ഷേ ഇതാണ് നിങ്ങളുടെ പല്ലിലെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മാർഗം. ഇനി നാലാമത്തെ ഓപ്ഷൻ ഡെൻ്റൽ ബ്രിഡ്ജസ്. ഈ ഗ്യാപ്പ് പല്ല് പറിച്ച കാരണം വന്ന ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് ഡെൻ്റൽ ബ്രിഡ്ജസ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഗ്യാപ്പിൻ്റെ അടുത്തുള്ള പല്ലുകൾ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് നടുവിലൊരു ഫേക്ക് പല്ല് ബ്രിഡ്ജ് രൂപത്തിൽ വെക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഡെൻ്റൽ ബ്രിഡ്ജസ്. ഇതും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. എന്ന് വിചാരിച്ച് ഒറ്റ വിസിറ്റിൽ പറ്റില്ല, 2 to 3 വിസിറ്റ്സ് തന്നെ ഇതും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടടുത്ത പല്ലുകൾ അതിനിപ്പോൾ ഹെൽത്തി ആണെന്നുണ്ടെങ്കിലും അത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ പല്ല് വെക്കുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള പല്ലിനെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഇവിടെ ബ്രിഡ്ജ് വെക്കുന്നത്. ഇതിന് ഇപ്പോൾ കോസ്റ്റ് വരുന്നത് കേരളത്തിൽ അറൗണ്ട് 3000 റുപ്പീസാണ്. ഇനി അഞ്ചാമത്തെ ഓപ്ഷൻ ഡെൻ്റൽ ഇംപ്ലാന്റ്. ഇത് ഏതെങ്കിലും പല്ല് മിസ്സിംഗ് ആയ കാരണമുള്ള ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റിയ ബെറ്റർ ഓപ്ഷനാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ എല്ലിലേക്ക് ഒരു സ്ക്രൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കവർ ഇടുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, ഇതിന് 2 to 3 വിസിറ്റ്സ് ഇതിന് വേണ്ടി വരും. ഇത് എല്ലിലേക്ക് വെക്കുന്നതുകൊണ്ട് ബ്രിഡ്ജിനേക്കാളും നല്ല സ്ട്രോങ് ആയിരിക്കും. കൂടാതെ അടുത്തടുത്ത പല്ലുകൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല, അതായത് പല്ല് കട്ട് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷേ ഇതിന് ബ്രിഡ്ജിനേക്കാളും അത്യാവശ്യം ചിലവ് കൂടുതലാണ്. ഇതും തന്നെ ഒറ്റ വിസിൽ ചെയ്യാൻ പറ്റില്ല, അറൗണ്ട് 3-4 months എടുക്കും ഇത് ചെയ്യാൻ. പെട്ടെന്ന് നടക്കുന്ന പ്രൊസീജിയർ അല്ല ഡെൻ്റൽ ഇംപ്ലാന്റ്. ഇനി ആറാമത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ അഥവാ ഊരി വെക്കുന്ന പല്ല്. ഇതും തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്, അതായത് 1-2 വിസിറ്റിൽ ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. നിങ്ങളെ പല്ലിൽ അളവെടുത്തിട്ട് ആ ഭാഗത്ത് മാത്രം ഒരു പല്ല് വെച്ചെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. ഇത് പെയിൻലെസ് ആണ് പ്രൊസീജിയർ, പക്ഷേ മറ്റുള്ള പ്രൊസീജിയർ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ, പിന്നെ അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പല്ലിലെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനുള്ള 6 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏതാണ്, നിങ്ങൾക്ക് യോജിച്ച ഏതാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് അഭിപ്രായം എടുക്കുക. കാരണം ഇതൊക്കെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പല്ലിലെ ഗ്യാപ്പ് എത്ര ഉണ്ടെന്ന് നോക്കണം, നിങ്ങളുടെ പല്ലിൻ്റെ ഓവറോൾ ഹെൽത്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കണം. അതൊക്കെ നോക്കിയിട്ടാണ് ഒരു പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.